പൊതുമേഖലാ സ്ഥാപനങ്ങളെയൊക്കെ വൻതോതിൽ വിറ്റഴിക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ താൽക്കാലികമായി പിൻവാങ്ങുമെന്ന സൂചന വരുന്നു. 200-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭകരമാക്കാനുള്ള പുതിയ പദ്ധതി നടപ്പാക്കാനാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ശ്രമം. ഈ മാസം 24-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട പുതിയതും വ്യക്തവുമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകും. ജൂലൈ 23-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന വാർഷിക ബജറ്റിൽ രാജ്യത്തെ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ലാഭകരമാകുന്ന പദ്ധതികൾ നടപ്പാക്കാൻ സൂചനയുണ്ടെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇതുപ്രകാരം ഇത്തരം സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഉപയോഗശൂന്യമായ ഭൂമിയുടെ ഭാഗങ്ങൾ വിൽക്കുന്നതും മറ്റ് ആസ്തികളുടെ ധനസമ്പാദനവും ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധ്യതയുണ്ട്. നിലവിലെ ഏപ്രിൽ-മാർച്ച് സാമ്പത്തിക വർഷത്തിൽ $24 ബില്യൺ സമാഹരിച്ച് കമ്പനികളിൽ ഫണ്ട് വീണ്ടും നിക്ഷേപിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിൽ ഓരോ കമ്പനിക്കും ഹ്രസ്വകാല ലക്ഷ്യങ്ങൾക്ക് പകരം 5 വർഷത്തെ പ്രകടനവും ഉൽപാദന ലക്ഷ്യങ്ങളും നിശ്ചയിക്കും. അതേസമയം ഭൂരിപക്ഷ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലുടനീളമുള്ള 2,30,000 മാനേജർമാരെ മുതിർന്ന റോളുകളിലേക്ക് പരിശീലിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. നിലവിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ ഉന്നത ഉദ്യോഗസ്ഥരെ മാത്രമാണ് സർക്കാർ നിയമിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷം മുതൽ മാനേജർമാരുടെ പരിശീലനം, കമ്പനി ബോർഡുകളിലേക്കുള്ള പ്രൊഫഷണൽ റിക്രൂട്ട്മെന്റ്, ഉയർന്ന പ്രകടനത്തിനനുസരിച്ചുള്ള ഇൻസെന്റീവുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു പദ്ധതി സർക്കാർ നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.